ഹലോ വെൽക്കം ടു O3 മാത്സ്. ഇറ്റ്സ് മീ നബീൽ. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ +2 CBSE സ്റ്റുഡൻസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു 4 മാർക്കിൻ്റെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, വല്ലാത്തൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ക്ലോസ്ഡ് ബ്രാക്കറ്റ് -4 to 4 ലിമിറ്റാണ്. 2 രണ്ടാമത്തെ സെറ്റ് ഏതാ വരുന്നത്, ഇതും ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് തന്നെയാണ്. 0 to 4 ഈസ് ഗിവൺ ബൈ f of x നമുക്ക് തന്നിട്ടുണ്ട്. f of x എന്താ, √16 - x². ഷോ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ ബട്ട് നോട്ട് 1 1. ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ്, എന്നാൽ ഇത് 1 1 അല്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഫൈൻഡ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എ സച്ച് ഇൻ വിച്ച് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ എന്നുള്ളത് √7 ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. 4 മാർക്കാണുള്ളത്. ആദ്യം നമുക്ക് ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ഇഫ് 1 1 ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നുള്ള ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മളൊരു പഠിച്ച ഒരു പ്രൊസീജിയർ ഉണ്ട് അല്ലേ. ആ പ്രൊസീജിയർ എഫ് ഓഫ് x1 എഫ് ഓഫ് x2 x1 ഈക്വൽ ടു x2 എന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹിയർ എഫ് ഓഫ് x ഈക്വൽ ടു √16 - x² ആണ് എങ്കിൽ എന്താണ് എഫ് ഓഫ് x1 വരിക. എഫ് ഓഫ് x1 ഈക്വൽ ടു √16 - x1² എഫ് ഓഫ് x2 എന്നുള്ളത് √16 - x2² ആണ് x2 എന്നുള്ളത് വരിക. ഇനി ഇഫ് എഫ് ഓഫ് x1 ഇക്വേറ്റ് ചെയ്യുക എഫ് ഓഫ് x2 ഈക്വൽ ആണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ എന്ത് വരും, രണ്ട് സൈഡ് റൂട്ട് വരും. നമ്മൾ സ്ക്വയർ ബോത്ത് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ 16 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -x1² ഈക്വൽ ടു -x2² എന്ന് കിട്ടും. മൈനസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x1² ഈക്വൽ ടു x2² എന്ന് കിട്ടും അല്ലേ. x1² ഈക്വൽ ടു x2² എന്ന് കിട്ടും. ഇതിനെ നമ്മളൊരു സൈഡ് കൊണ്ടുവന്നാൽ x1² - x2². a² - b² എന്താണ്, a + b × a - b ആണല്ലോ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, x1 + a + b × a - b ഫോം എഴുതുകയാണെങ്കിൽ x1 - x2 ഈക്വൽ ടു 0. രണ്ട് ടേമിൽ ഏതെങ്കിലും ഒരു ടേം 0 ആവും അല്ലേ. ഒരു ടേം 0 ആണ്, എന്നാലേ നമുക്ക് ഈക്വൽ ടു 0 കിട്ടുള്ളൂ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ x1 + x2 ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഇതിൽ x1 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, -x2 എന്ന് എഴുതാം. പക്ഷേ x1 നോട്ട് ഈക്വൽ ആണ് x2 ഈ കേസിൽ അല്ലേ. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിലോ x1 - x2 ഈക്വൽ ടു 0 എന്ന കേസിൽ x1 ഈക്വൽ ടു x2 എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് കേസ് ഇതിൽ പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല, ഇത് 1 1 അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്യുവർ നമുക്ക് എന്ത് കിട്ടണം, x1 ഈക്വൽ ടു x2 എന്നുള്ള ആ ഒരു ടേം നമുക്ക് ഇതിൽ കിട്ടണം. പക്ഷേ ഇവിടുത്തെ കേസിൽ ഒന്നെന്താണ്, x1 ഈക്വൽ ടു -x2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1 അല്ലേ. ഫംഗ്ഷൻ എന്തല്ല, ഒരു 1 1 ഫംഗ്ഷൻ അല്ല എന്നുള്ളത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട് ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ. ഇത് 1 1 അല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ കയ്യിലുള്ളത് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √16 - x² ആണല്ലോ. ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം, y ഈക്വൽ ടു √16 - x² എന്ന് എഴുതാം. y ഈക്വൽ ടു √16 - x² എഴുതാം. ഇതിനെ വൈൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ y² ഈക്വൽ ടു 16 - x² എന്ന് എഴുതാം. സിമിലർലി x² ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 16 - y² എന്ന് എഴുതാം. x ഈക്വൽ ടു √16 - y² എന്ന് എഴുതാം. ഓക്കെ, എന്താണ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ഉണ്ടാവും അല്ലേ. ഒന്നാമത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റും. രണ്ടാമത്തെ സെറ്റിലുള്ള ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് എന്തുണ്ടാവണം, ഓരോ ആളുകൾക്കും നിർബന്ധമായിട്ടും എന്തുണ്ടാവണം, ഒരു പ്രീമേജ് ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഫംഗ്ഷൻ അതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. അത് 1 1 ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാം. 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സെറ്റിലുള്ള ഓരോ എലമെന്റ്സിനും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇവിടെ ഉണ്ടാവണം, രണ്ടാം സെറ്റിൽ ഉണ്ടായിരിക്കണം. അതല്ല എന്നുള്ളത് നമുക്കൊരു സിമ്പിൾ പ്രൊസീജിയർ വെച്ചിട്ട് നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് തിരിച്ച് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ ഇൻ ടേംസ് ഓഫ് വൈയിൽ ഇക്വേഷൻ എഴുതിയിട്ട് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഇവിടെ വൈയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ടേമിനെ ഓരോ ആളുകളെ അപ്ലൈ ചെയ്യണം. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 to 4 ആണ് അല്ലേ. ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 to 4 ആണ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0 to 4 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുമ്പോൾ വൈൻ്റെ ടേംസ് വരിക ഈ 0 ൻ്റെയും 4 ഇടയിലുള്ള നമ്പേഴ്സ് ആണ് നമുക്കിവിടെ വൈൻ്റെ ടേംസിൽ വരിക. എങ്ങനെ വരിക നോക്കാം. y ബിലോങ്സ് ടു 0 to 4 ആണ്. വേർ x ബിലോങ്സ് ടു എന്താ വരുന്നത്, -4 to 4 ആണ്. എന്താണ് ഇതിൻ്റെ മീനിങ്, നമ്മൾ ഈ ഒരു x ഈക്വൽ ടു √16 - y² എന്നുള്ള ഫംഗ്ഷനിൽ വൈയിൽ നമ്മൾ 0 ഇൻക്ലൂഡിങ് 0 and 4 ഇടയിലുള്ള ഓരോ നമ്പേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആളുകൾക്കും എക്സിൽ, അതായത് ഒന്നാമത്തെ സെറ്റിൽ ഒന്നാമത്തെ സെറ്റിലാണ് എക്സ് ഉള്ളത്, രണ്ടാമത്തെ സെറ്റിലാണ് വൈ ഉള്ളത് അല്ലേ. ഒന്നാമത്തെ സെറ്റിൽ നമുക്ക് എന്തുണ്ടാവണം, ഓരോ പ്രീമേജ് ഉണ്ടാവണം. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. വൈൻ്റെ പ്ലേസിൽ ഞാൻ 0 എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 - 0 എന്തായി, √16 ആയി. അപ്പോൾ എക്സ് എന്ത് കിട്ടും, y ഈക്വൽ ടു നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ x ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും അല്ലേ. ഇനി അതാണ് എക്സ്ട്രീം എൻഡ്.
നമ്മൾ വൈയിൽ ഒരു എൻഡ് 0 ആണ്, വൈയിൽ അടുത്ത എൻഡ് എന്താണ് 4 ആണ്. വൈ ഈക്വൽ ടു ഞാൻ 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 16 മൈനസ് 4 സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ 16 മൈനസ് 16 എന്താ 0 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈയിൽ 0ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എക്സിൽ -4ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ് മാത്രമേ അവൈലബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. ദെർഫോർ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഓരോ വൈയിലുള്ള രണ്ടാമത്തെ സെറ്റിൽ ഓരോ വൈയിൽ നമ്മൾ ഓരോ നമ്പേഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴും 0ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള ഓരോ നമ്പേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഇവിടെ നമുക്ക് ഒന്നാമത്തെ സെറ്റിൽ നമുക്കിവിടെ പോസിബിൾ ആണ് എന്ന് പറയാം. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്, ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് 4 മാർക്കിൽ ഒരു 3 മാർക്ക് ഓക്കെ ആണ് എന്ന് പറയാം അല്ലേ. ഇനി ഒരു മാർക്കിന്റെ ചെറിയ ഒരു ടേമും കൂടി നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാനുണ്ട്. എന്താണ്, ഫോർ ഓൾ വാല്യൂസ് ഓഫ് എ ഫൈൻഡ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എ ഫോർ വിച്ച് എഫ് ഓഫ് എ ഈക്വൽ ടു √7 അല്ലേ. എഫ് ഓഫ് എ ഈക്വൽ ടു √7. ഇതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എ ഈക്വൽ ടു √7 ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് എ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം എഴുതി നോക്കാം അല്ലേ. എന്താണ് എഫ് ഓഫ് എ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √16 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എങ്ങനെയാണ് എഫ് ഓഫ് എ എന്താണെന്ന് വരിക? എഫ് ഓഫ് എ ഈക്വൽ ടു 16 മൈനസ് എ സ്ക്വയർ എന്ന് വരും. ഇത് എന്താണ് വരുന്നത്, √7 ആണ്. ഓക്കെ, നമ്മൾ സ്ക്വയറിംഗ് ബോത്ത് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 7 എന്ന് വരും അല്ലേ. എ സ്ക്വയറിന് അപ്പുറം കൊണ്ടുപോയി 7 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എ സ്ക്വയർ ഈക്വൽ ടു 16 മൈനസ് 7 എന്ന് വരും. വേർ എ സ്ക്വയർ ഈക്വൽ ടു എന്ന് കിട്ടും. വേർ എ ഈക്വൽ ടു +or- √9 എന്ന് കിട്ടും. വേർ എ ഈക്വൽ ടു +or- 3 എന്ന് കിട്ടും. ഇതാണ് എ എന്നുള്ളതിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്, ഒന്ന് +3 ഒന്ന് -3.